ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്, കാത്തുകൊള്ളു. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചരണ രംഗം ചൂടുപിടിച്ചു. മണ്ഡലം പിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ മുന്നണികൾ. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. കെ സുധാകരനും അടൂർ പ്രകാശിനും ഇളവ് നൽകിയേക്കും. പാലിയക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. ദേശീയപാതയോരത്തെ പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തും. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം തുടരുന്നു. അടച്ചുപൂട്ടാനൊരുങ്ങി കൂടുതൽ ഹോട്ടലുകൾ. തിങ്കളാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. ചാലക്കുടിയിലെ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അലൂമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി മുഹമ്മദ് സലീമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകും. വാർത്തകൾ വിശദമായി. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചരണ രംഗം ചൂടുപിടിച്ചു. മണ്ഡലം പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് 3 മുന്നണികളും. സംസ്ഥാനത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ തക്കവിധം ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന തൃശൂർ നിയോജക മണ്ഡലത്തിൽ മണ്ഡലം LDFിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് UDF. ഇതിനായി പ്രബലനായ കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ രാജൻ ജെ പല്ലനെ തന്നെയാണ് പാർട്ടി കളത്തിലിറക്കിയിരിക്കുന്നത്. ഇരു മുന്നണികളെയും കടത്തിവെട്ടി 10 വർഷത്തിനു ശേഷം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജൻ ജെ പല്ലൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ പല്ലൻ ശക്തമായ പ്രചരണ പരിപാടികളുമായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ആദ്യ ദിനം രാവിലെ ലീഡറുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ഔദ്യോഗിക പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടത്തിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലെത്തി നേതാക്കളെയും അണികളെയും കണ്ട് പിന്തുണ ഉറപ്പിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് നാടിനെ 25 വർഷം പിന്നോട്ട് നയിച്ചിരിക്കുകയാണെന്നും UDFന്റെ ഭരണഘട്ടത്തിലാണ് നഗരവികസനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഏത് മത്സരങ്ങളും നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നത്. അതനുസരിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും പിടിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, 10 വർഷക്കാലം തൃശൂർ കോർപ്പറേഷൻ നയിച്ചത് LDF ഭരണസമിതിയാണ്. 10 വർഷക്കാലം ഗവൺമെന്റ് അതേ പ്രതിനിധി 2 തവണ LDF MLA ആയതുണ്ടായിരുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങള് നോക്കിക്കണ്ടിട്ടുണ്ട്. LDFന്റെ പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് കോർപ്പറേഷന്റെ ആയാലും തൃശൂർ നിയോജകമണ്ഡലം സംബന്ധിച്ചിടത്തോളം 20-25 വർഷം പുറകോട്ട് നയിച്ചിരിക്കുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഒരാളെയും ചെറുതായി കാണുന്നില്ലെന്നും പാർട്ടി പറയുന്നതനുസരിച്ചാണ് പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും കേന്ദ്ര നേതാക്കളടക്കം പ്രചാരണത്തിന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണോന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്റെ കാര്യം നോക്കി ഈ വഴി കൂടി അങ്ങ് പോകുന്നു മാത്രം. കാരണം ഒരാളെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല. എല്ലാവരും അത് അവരുടെ രീതിയിൽ ശക്തരാണ്. ഞാൻ എന്റെ കാര്യം നോക്കി എല്ലാവരോടും വോട്ട് വെച്ച് മുമ്പിൽ പോവാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും ജയിക്കാനല്ലേ വരുന്നത്. പാർട്ടി പറയുന്ന അനുസരിച്ച് അവിടേക്കൊക്കെ പോവുകയാണ്. പറ്റുന്ന ആൾക്കാരെ നേരിട്ട് കാണും. എല്ലാവരും നേരിട്ട് കാണാൻ പറ്റില്ല. ഈ പെട്ടെന്നല്ല ഇലക്ഷൻ ഉണ്ടാക്കിയത്. പറ്റുന്ന ആളുകളെ ഒരുമിച്ച് കാണാം. തൃശൂർ നിയോജക മണ്ഡലം തുടർച്ചയായ 3ാം തവണയും നിലനിർത്താനായി LDF അംഗത്തിനിറക്കിയിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികനും കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനെയാണ്. ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് തൃശൂരെന്നും വോട്ട് ബാങ്കിന് ചോർച്ച ഉണ്ടാകില്ലെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ട്. താൻ ചെറുപ്പം മുതലേ വിശ്വാസിയാണെന്നും അതുകൊണ്ട് വിശ്വാസ സമൂഹത്തിന്റെ യാതൊരു എതിർപ്പും ഉണ്ടാകില്ലെന്നും ആലങ്കോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അടിത്തട്ടിലെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമായിട്ടുള്ള വിനിമയത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് അടിത്തറ ഉള്ള സ്ഥലമാണ്. കൂടുതലായിട്ട് വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ മണ്ഡലത്തിനൊരു സ്വാധീനമുണ്ട്.
ഞാനൊരു വിശ്വാസി കൂടിയാണ്, ചെറുപ്പം മുതലേ വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസവും ഇടതുപക്ഷ വിശ്വാസവും തമ്മിൽ യാതൊരു സംഘർഷം ഉണ്ടായിട്ടില്ല. വിശ്വാസം പണ്ട് സവർക്കർ പറഞ്ഞതുപോലെ നമ്മുടെ ടൂത്ത് ബ്രഷാണ്. അത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ആ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് എന്നോട് എതിർപ്പുണ്ടാകാൻ വഴിയില്ല. ഒരു വിശ്വാസി സമൂഹത്തിൽ 3ാം തവണയും തൃശ്ശൂർ LDF നേടും, 3ാം തവണയും കേരളം LDF നേടും. അതിനുള്ള ഒരു അനുകൂല കാലാവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. കരുത്തരായ 3 സ്ഥാനാർത്ഥികളും സജീവമായതോടെ തൃശൂരിലെ മത്സരംഗം കടുത്തതാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA മുന്നേറ്റവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF മുന്നേറ്റവും പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ കടുത്തതാകും എന്നതിൽ സംശയമില്ല. TCV ന്യൂസ്, തൃശൂർ. 2ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ കോൺഗ്രസ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം 2ാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങൾ അവസാന ഘട്ടത്തിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ പരിഗണനയിൽ വന്ന മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചെങ്കിലും വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും ധാരണയായിട്ടില്ല. മുതിർന്ന നേതാവ് രാജേന്ദ്രൻ അരങ്ങത്തിനാണ് വടക്കാഞ്ചേരിയിൽ സാധ്യത. യൂത്ത് കോൺഗ്രസ് നേതാവ് വൈശാഖിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. കുന്നംകുളത്തും സ്ഥാനാർത്ഥി സംബന്ധിച്ച് ധാരണയായിട്ടില്ല. ചേലക്കര സീറ്റ് ലീഗിന്റേതായി മാറി. ലീഗിലെ നേതാക്കളോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ഇവിടെ UDF-നായി മത്സരിച്ചേക്കും. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മുല്ലശ്ശേരി, വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബാങ്കുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, മറ്റ് പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി TN പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ച് സന്ദർശനം നടത്തി. കഴിഞ്ഞ തവണ UDF-ന് നഷ്ടപ്പെട്ട മണലൂർ നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും ജനങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവ് ആയ എനർജിയാണ് ലഭിക്കുന്നതെന്നും TN പ്രതാപൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി നാളെ 12 മണിക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോവാം. ഇപ്പോൾ ആളുകൾ എല്ലാവരെയും കണ്ട് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹവും സമ്മതവും വാങ്ങുന്ന ഒരു ലളിതമായ ഇൻട്രാക്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആളുകളുടെ ഭയങ്കര പോസിറ്റീവായൊരു പിന്നെ സപ്പോർട്ടാണ്. എവിടെ ചെന്നാലും ഭയങ്കര പോസിറ്റീവായ സപ്പോർട്ടാണ്. ഇത് നൽകുന്ന ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കരമായൊരു ആവേശം ആണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫ് പ്രവർത്തകർക്കും ഉണ്ടാകുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അജിത് പ്രസാദ്, PP സ്റ്റീഫൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് തുടങ്ങിയവരും ഒട്ടേറെ UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 4 പതിറ്റാണ്ടിന് ശേഷം പുതുക്കാടിന്റെ മണ്ണിൽ നിന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥി. പുതുക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KM ബാബുരാജാണ് UDF-നു വേണ്ടി പോരിനിറങ്ങുന്നത്. KSU പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ബാബുരാജ് പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ DCC ജനറൽ സെക്രട്ടറിയാണ്. 1982 ശേഷമാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയുണ്ടാകുന്നത്. കൊടകര മണ്ഡലമായിരുന്ന സമയത്ത് CJ ജനാർദ്ദനനായിരുന്നു പുതുക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥി. പിന്നീട് 6 തവണ KP വിശ്വനാഥൻ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചു. കഴിഞ്ഞ 2 തവണ ാണ് TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. BPCL പെട്രോൾ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തൊഴിലാളികൾ പൈപ്പ് ലൈൻ മാറി 8 മീറ്റർ അപ്പുറത്തുള്ള KSPPL കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഡ്രിൽ ഉപയോഗിച്ച് തകരാർ പരിഹരിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണം. വലിയ തോതിൽ LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. പൈപ്പ് ലൈനിൽ തങ്ങി നിന്നിരുന്ന വാതകമാണ് ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുന്നത്. പുതുക്കാട് അഗ്നിരക്ഷാസേന ചോർച്ചയിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത്. ചോർച്ചയുണ്ടായ പ്രദേശത്തിന്റെ ഏതാനും ചുറ്റളവിൽ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. മേഖലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസും അഗ്നിരക്ഷാസേനയും വില്ലേജ് ഓഫീസ് അധികൃതരും എത്തി മുൻകരുതലുകൾ നൽകി.
വീടുകളിലും സ്ഥാപനങ്ങളിലും തീ ഉപയോഗിക്കുന്നതിലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പൈപ്പ് ലൈനിന്റെ ചുമതലയുള്ള KSPPL പെട്രോളിയം കമ്പനികളായ BPCL, IOCL അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. പാചകവാതക പൈപ്പ് ലൈൻ ചോർച്ച തുടരുന്നതിനിടെ പാലിയേക്കര പഴയ ദേശീയപാതയോരത്ത് പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി. പാതയോരത്തെ വർക്ക്ഷോപ്പുകൾക്ക് സമീപം മാലിന്യത്തിൽ നിന്നാണ് തീ പടർന്നത്. കാറ്റിന്റെ ശക്തിയിൽ തീ പാടത്തേക്ക് വ്യാപിച്ചുവെങ്കിലും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായ പാടത്തിന് 1/2 കിലോമീറ്റർ മാറിയാണ് ഗ്യാസ് പൈപ്പ് ലൈൻ ചോർച്ച ഉണ്ടായത്. പ്രദേശത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ചും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും അതീവ സുരക്ഷയിലാണ് പാചകവാതക ചോർച്ച നടന്ന സ്ഥലത്ത് അധികൃതർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശക്തിയായി പുറന്തള്ളുന്ന ഗ്യാസ് കാറ്റിന്റെ ഗതിയിൽ ദേശീയപാതയോരത്തേക്ക് എത്തുന്നുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ഇതിനിടെ തീപിടുത്തമുണ്ടായതാണ് നാട്ടുകാരെ പരിഭ്രാന്തരാക്കിയത്. ഗ്യാസ് ചോർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ വൈകിട്ടോടെ പൂർത്തിയാകുമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത്. അതുവരെ പരിസര പ്രദേശത്തുള്ളവർ സഹകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം തുടരുന്നു. അടച്ചുപൂട്ടാനൊരുങ്ങി കൂടുതൽ ഹോട്ടലുകൾ. ജില്ലയിൽ 70% ഹോട്ടലുകൾ താൽക്കാലികമായി പൂട്ടി. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ വിഭവങ്ങൾ കുറയ്ക്കുകയും നേരിയ വില വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പാചകവാതക വിതരണം സ്തംഭിച്ചതോടെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഹോട്ടൽ ഉടമകൾ. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അടുത്ത തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ വിവിധ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. പെട്രോൾ ഗ്യാസ് പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു. MM മൊയ്തുണ്ണി, KK ഷറഫു തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക ക്ഷാമത്തിനെതിരെ അടുപ്പുകൂട്ടി സമരം നടത്തി. 3 പീടിക സെന്ററിൽ നടത്തിയ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, മഹിളാ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, മഹിളാ കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് റുബീന നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിലെ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അലൂമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി മുഹമ്മദ് സലീമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിയേറ്ററിന്റെ വാതിൽ തകർത്ത് അകത്തുകയറിയ പ്രതി 1.5 ലക്ഷം രൂപയോളം വില വരുന്ന അലൂമിനിയം ഗ്ലാസ് വർക്കുകൾ നശിപ്പിക്കുകയും അലൂമിനിയം ചാനലുകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO ശശികുമാർ, SIമാരായ അജൽ, വസന്തകുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. അപ്രോച്ച് റോഡുകളിലെ ടാറിംഗ് ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. ഈ മാസം അവസാനത്തോടെ മുഴുവൻ ജോലികളും പൂർത്തിയാകും വിധത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത്. 2024 സെപ്റ്റംബർ അവസാനത്തിലാണ് പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ച അടിപ്പാത നിർമ്മാണം
18 മാസമെടുത്താണ് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് അടുത്തത്. ജില്ലയിൽ ദേശീയപാതയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന അടിപ്പാതകളിൽ ആദ്യം നിർമ്മാണം പൂർത്തീകരിക്കുന്നത് പേരാമ്പ്രയിലേതാണ്. മറ്റിടങ്ങളിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായതുപോലുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കും പേരാമ്പ്രയിൽ ഉണ്ടായില്ല. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിക്കുകയും യാത്രാക്ലേശം കണക്കിലെടുത്ത് ഇതിലൂടെ ഗതാഗതം അനുവദിക്കുകയും ചെയ്തിരുന്നു. ദേശീയപാത 6 വരിയാക്കി വികസിപ്പിക്കുന്നതിനു മുന്നോടിയായി പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ അടിപ്പാത 6 വരി ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അനുബന്ധ ജോലികൾ കൂടി പൂർത്തിയാക്കി മഴക്കാലത്തിന് മുൻപേ പേരാമ്പ്ര അടിപ്പാതയ്ക്ക് മുകളിലൂടെ ഗതാഗതം തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കൊടകര. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് മന ശ്രീനിലയത്തിൽ നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 20-ലധികം തവണ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇദ്ദേഹം ഗുരുവായൂരിലെ മേൽശാന്തിയാകുന്നത്. നിലവിൽ പാലക്കാട് ഇല്ലിക്കോട്ട് കുരിശി ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 49 അപേക്ഷകരിൽ നിന്ന് കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടതിൽ നിന്ന് നിലവിലെ മേൽശാന്തി മൂർത്തിയെടുത്ത് മന സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. നിയുക്ത മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. അതിനു മുൻപ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പാർലമെന്ററി ലീഡർ S ദിലീപ്, പഞ്ചായത്ത് അംഗം അംബിക രാമകൃഷ്ണൻ, CPM നേതാക്കളായ മോഹനൻ ആക്കപ്പറമ്പ്, C ഗോപദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. UK-യിലേക്ക് വിസയും പോലീസ് സ്റ്റേഷൻ ആവേശത്തിരകൾ ഉയർത്തി മണലൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ റോഡ് ഷോ നടത്തി. 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയിൽ ജനമനസ്സുകൾ കീഴടക്കി മുൻ കേന്ദ്രമന്ത്രി ഭവത് കുബേയും റോഡ് ഷോയിൽ പങ്കെടുത്തത് പ്രവർത്തകരിൽ ആവേശമുയർത്തി. വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവർട്ടി പഞ്ചായത്തുകളിലെ ഗ്രാമവീഥികളിലൂടെ റോഡ് ഷോ കടന്നുപോയപ്പോൾ സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ ആശംസകളുമായി തടിച്ചുകൂടി. NDA നേതാക്കന്മാരായ സബീഷ് മരതിയൂർ, MR വിശ്വൻ, ഗിനീഷ് PG, മനോജ് മാനിന, സന്തോഷ് കോലാരി, സേവ്യൻ പള്ളത്ത്, രാജൻ മഠത്തിൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. മെഡിക്കെയർ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന വിഷ്ണുവിനെയാണ് ഭീഷണിപ്പെടുത്തിയത്. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള കരൂപ്പടന്ന മാക്കന്തറ വീട്ടിൽ മുഹമ്മദ് അമീൻ, പുല്ലൂറ്റ് പാറക്കൽ വീട്ടിൽ അഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് കണ്ടൽക്കാടിന് തീപിടിച്ചു. അഴീക്കോട് പൂച്ചക്കടവിൽ തുറമുഖ വകുപ്പിന് കീഴിലുള്ള സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ P സുരേഷ് കുമാർ, സീനിയർ ഫയർ ഓഫീസർ ഷിജിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ റോഡ് ഷോ ആകർഷകമായി. ത്രിവർണ്ണ പതാകയുമേന്തി തുറന്ന ജീപ്പിൽ നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ റോഡ് ഷോ കടന്നുപോയി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S ചിറയത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാലക്കുടിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റമദാനിലെ സന്ധ്യയിലെ ഓരോ സമൂഹ നോമ്പുതുറയും ഒരേ പന്തിയിൽ സ്നേഹവും സാഹോദര്യവും വിളമ്പുന്ന സംഗമങ്ങളായി മാറുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ജാതിമതഭേദമന്യേയുള്ള സ്നേഹത്തിന്റെയും സമൂഹ നോമ്പുതുറകളാണ് ഓരോ റമദാനെയും വേറിട്ടതാക്കുന്നത്. പണ്ട് പള്ളിയങ്കണങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സമൂഹ നോമ്പുതുറകൾ ഇന്ന് സാംസ്കാരിക കൂട്ടായ്മകളും സൗഹൃദ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാത്ത സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന വിപുലമായ സംഗമങ്ങളായി മാറുന്നു. തിരക്കുകൾക്കിടയിലും ഒരുമിച്ചിരുന്ന് നോമ്പു തുറക്കാൻ ആളുകൾ ഓടിയെത്തുന്നു. ഒരേ നിരയിലിരുന്ന് നോമ്പു മുറിക്കുമ്പോൾ വലിയവനും ചെറിയവനും തമ്മിലുള്ള അകലങ്ങൾ അപ്രത്യക്ഷമാവുന്നു. ഓരോ സമൂഹ നോമ്പുതുറയും നമ്മെ പഠിപ്പിക്കുന്നത് വിഭവ സമൃദ്ധി ആസ്വദിക്കുന്നതിനേക്കാൾ വിശപ്പുള്ളവനെ ഓർക്കുന്നതാണ് വലിയ പുണ്യമെന്നാണ്. ഭക്ഷണമില്ലാത്ത ഒരാളുടെ മുന്നിലേക്ക് ഒരു ചെറിയ പങ്ക് നീട്ടുമ്പോൾ അത് ദാനമല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ സത്യമായ മുഖമാണ്. TCV ന്യൂസ്, തൃശൂർ. വഴിയിലൂടെ ഓടുന്ന ബസ്സിൽ ഒരു സൗഹൃദ നോമ്പുതുറ. കൊടുങ്ങല്ലൂർ അഴീക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സബീന ബസ്സിലാണ് യാത്രക്കാർക്കായി നോമ്പുതുറ ഒരുക്കിയത്. അഴീക്കോട് നിന്നും കൊടുങ്ങല്ലൂരിലേക്കുള്ള ബസിന്റെ യാത്രക്കിടയിലാണ് നോമ്പ് തുറക്കാനുള്ള മഗ്രിബ് ബാങ്ക് കേൾക്കുക. റംസാൻ നോമ്പുകാലം കഴിയാറായ സാഹചര്യത്തിൽ യാത്രക്കാർക്കായി നോമ്പുതുറ ഒരുക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. കണ്ടക്ടർ ഷിയാസും ഡ്രൈവർ മുഹമ്മദും ചേർന്ന് യാത്രക്കാർക്ക് ഈന്തപ്പഴവും വെള്ളവും പലഹാരങ്ങളും വിതരണം ചെയ്തു. സബിന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 6:15 ട്രിപ്പില് നോമ്പുതുറ സമയപ്പോൾ കമ്പനിയുടെ വക ഒരു നോമ്പുതുറ നടത്തി. സ്ഥിരം യാത്രക്കാരായിരുന്ന എല്ലാവരും ആ നോമ്പുതുറയില് യാത്രക്കാരും എല്ലാവരും വളരെ സഹകരണത്തോടുകൂടി സഹകരിച്ച് ഈ നോമ്പുതുറ വളരെ ഭംഗിയായി കഴിഞ്ഞു. നമ്മളെ വണ്ടിയിലെ യാത്രക്കാരായ എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും നമ്മളെ സബീനയുടെ പേരിലും എല്ലാവരുടെ പേരിലും ഈദാശംസകൾ. അപ്രതീക്ഷിതമായി ഒരു നോമ്പുതുറയിൽ പങ്കാളികളായതിന്റെ കൗതുകവും സന്തോഷവും പങ്കിട്ട് യാത്രക്കാരും നിമിഷങ്ങളെ ഹൃദ്യമാക്കി. ഒട്ടനവധി നോമ്പുതുറകളിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിലും സഞ്ചരിക്കുന്ന ബസ്സിലെ നോമ്പുതുറ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഭവമായി മാറി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മണലൂർ നിയോജക മണ്ഡലത്തിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് വെൺമനാട് തത്തക്കുളങ്ങര ക്ഷേത്രത്തിന് പരിസരത്ത് സമാപിച്ചു. പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ 100ഓളം സേനാംഗങ്ങളും പോലീസും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകളൊരുക്കി എടത്തുരുത്തി വിത്തുൽപാദന കേന്ദ്രം. കൃഷിവകുപ്പിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി നെൽവിത്ത് ഉൽപാദന കേന്ദ്രത്തിൽ നെൽകൃഷിക്ക് ശേഷം വിവിധ ഇനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. പച്ചക്കറി വിളകളായ വെണ്ട, മത്തൻ, കുമ്പളം, കണിവെള്ളരി, സാലഡ് വെള്ളരി, കണിമത്തൻ, പയർ, വിവിധ ഇനം ചീരകൾ, പഴവർഗ്ഗങ്ങളായി പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാം എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പാടങ്ങളിൽ അനുവർത്തിക്കാവുന്ന ചെറുധാന്യ കൃഷിയും സജീവമാണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ ചെറുധാന്യങ്ങളോടൊപ്പം എള്ളു കൃഷിയും മുതിര, ഉഴുന്ന്, ചെറുപയർ, വളപ്പയർ, തുവര എന്നിങ്ങനെ വിവിധങ്ങളായ പയർവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീഡ് ഫാമിലെ മുൻ കൃഷി ഓഫീസറും വയനാട് ആത്മ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു പോയ S മിനിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷണ കൃഷി ആരംഭിച്ചത്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതി ഇനം നെൽവിത്ത്, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൊട്ടുവെള്ളരി എന്നിവയുടെ വിത്തുകളെല്ലാം സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. TCV, കൈപ്പമംഗലം. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കളഭാഭിഷേകം നടക്കും. ചന്ദനം, ഗോരോചനം, കുങ്കുമപ്പൂവ്, പച്ചകർപ്പൂരം, പനിനീർ തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടാണ് ശാസ്താവിന് കളഭാട്ടത്തിനായി ഉപയോഗിക്കുന്നത്. പൂജാവിധികളാൽ ചൈതന്യപൂർണമാക്കിയ കളഭം രാവിലെ 9-ന് പാണികൊട്ടി ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ശാസ്താ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യും. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ശാസ്താവിന് കടും മധുരപ്പായസം നിവേദിക്കും.
ഈ സമയം ദർശനത്തിന് ശ്രേഷ്ഠമാണ്. ശനിയാഴ്ച ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടക്കും. ഉഷപൂജയ്ക്ക് ശേഷം ഉദയാസ്തമന പൂജയുടെ 18 പൂജകൾ ആരംഭിക്കും. 18ാമത്തെ പൂജയാണ് ഉച്ചപൂജ. ഇതിന്റെ ഭാഗമായി നവകം, പഞ്ചഗവ്യം എന്നീ പൂജകളും അഭിഷേകങ്ങളും ഉണ്ടായിരിക്കും. ഭദ്രം വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന അന്തരിച്ച KP പോളിന്റെ കുടുംബത്തിന് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ 10 ലക്ഷം രൂപ ധനസഹായം നൽകി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ചെക്ക് കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ചടങ്ങിൽ പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KR സദഖത്തുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM നിഷാദ്, വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OS നഫീസ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP അനിൽ, ദുബായ് KMCC കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KB സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്തോ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്മാരകം നിർമ്മിക്കാൻ മഹാനായ പാണക്കാട് തങ്ങളുടെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ വടക്കാഞ്ചേരി കുണ്ടന്നൂർ ശ്രീ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല മഹോത്സവത്തിന് കൊടിയേറി. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന കൊടിയേറ്റത്തിന് ശേഷം പറപ്പുറപ്പാട് നടന്നു. ഞായറാഴ്ചയാണ് ഭരണിവേല. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ വ്യാപാര ഭവനിൽ കാരുണ്യ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. റിലീഫ് സെൽ ചെയർമാൻ KA ഹാറൂൺ റഷീദ് അധ്യക്ഷനായി. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ സൈദ സിറാജ്, നസീമ ബഷീർ, റഹ്മത്ത് ഷമീർ, PA ഷെഹർബാൻ, PM അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,460, പവന് 1,15,680. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നിയോജക മണ്ഡലത്തിൽ 3 പ്രധാന മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രചരണ രംഗം ചൂടുപിടിച്ചു. മണ്ഡലം പിടിക്കാനുള്ള കഠിന ശ്രമത്തിൽ മുന്നണികൾ. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. K സുധാകരനും അടൂർ പ്രകാശിനും ഇളവ് നൽകിയേക്കും. പാലിയക്കര കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. ദേശീയപാതയോരത്തെ പാടത്ത് തീ പടർന്നത് ആശങ്ക പരത്തി. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം തുടരുന്നു. അടച്ചുപൂട്ടാനൊരുങ്ങി കൂടുതൽ ഹോട്ടലുകൾ. തിങ്കളാഴ്ച ഹോട്ടലുകൾ അടച്ചിട്ട് സമരം. ചാലക്കുടിയിലെ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അലൂമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് സലീമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്.
മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഈ മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.